നമസ്കാരം. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുൽഗ്രാം മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസുഫ് തരിഗാമിക്ക് ഉജ്ജ്വല വിജയം. തുടർച്ചയായി 5-ാം തവണയാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തരിഗാമി കശ്മീരിലെ കുൽഗാം മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്നത്. തുടക്കം മുതൽ വ്യക്തമായ ലീഡോടെയാണ് തരിഗാമി വിജയിച്ചു കയറിയത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നാഷണൽ കോൺഫറൻസിന്റെയും കോൺഗ്രസിന്റെയും പിന്തുണയോടുകൂടിയാണ് വിജയം. കുൽഗാമിലെ ജനങ്ങൾ തുടർച്ചയായി 5-ാമത്തെ തവണയാണ് തരിഗാമിയെ വിജയിപ്പിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി യാസർ അഹമ്മദ് റഷിയാണ് 2-ാം സ്ഥാനത്തുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതോടെയാണ് മുൻ നേതാവ് സയ്യദ് അഹമ്മദ് റഷി സ്വതന്ത്രനായി മത്സരിക്കുന്നത്. PDPയുടെ മുഹമ്മദ് അമീൻ ധറാണ് 3-മതുള്ളത്. ജമ്മുവിൽ CPMന്റെ ശക്തി കേന്ദ്രമാണ് ഗുൽഗാം മണ്ഡലം. 1996-ലാണ് ഗുൽഗാമിൽ നിന്നും തരിഗാമി ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2002, 2008, 2014 വർഷങ്ങളിലും ജയം ആവർത്തിച്ചു. 2019-ൽ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ഘട്ടത്തിൽ മാസങ്ങളോളം വീട്ടുതടങ്കലിൽ കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ അനുമതിയോടെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തരിഗാമിയെ വീട്ടിലെത്തി കാണുകയും കശ്മീരുകാരുടെ ദുരവസ്ഥ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ തരിഗാമി കശ്മീരിന്റെ പ്രത്യേക പദവിയുടെയും സംസ്ഥാന പദവിയുടെയും പുനഃസ്ഥാപനത്തിനായി ശക്തമായി വാദിച്ചു. ഇത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടും. അവസാനം തെരഞ്ഞെടുപ്പ് നടന്ന 2014-ൽ PDPയുടെ നസീർ അഹമ്മദ് ലാവയെ തോൽപ്പിച്ചാണ് തരിഗാമി 4-മതും MLA ആയത്. തരിഗാമി 20,574 വോട്ട് നേടിയപ്പോൾ നസീർ അഹമ്മദ് 20,240 വോട്ടുകളായിരുന്നു ലഭിച്ചത്. കശ്മീരിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ നേതൃത്വമാണ് 73-കാരനായ തരിഗാമി. ഇതിന്റെ ഭാഗമായി പലപ്പോഴും ജയിൽവാസവും അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേക പദവി റദ്ദാക്കിയതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള തരിഗാമി കശ്മീരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാരിൽ ഒരാളാണ്. 1949-ൽ കുൽഗാമിലെ കർഷക കുടുംബത്തിലാണ് തരിഗാമിയുടെ ജന്മം. ബന്ധുവും കശ്മീരിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന അബ്ദുൽ കരീം വാനിയുടെ സ്വാധീനമാണ് തരിഗാമിയെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത്. കർഷക തൊഴിലാളി സമരങ്ങളിലൂടെ വളർന്നു വന്ന തരിഗാമിയുടെ വ്യക്തിത്വമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ സ്വാധീനമുള്ള കുൽഗാമിനെ CPM കോട്ടയാക്കി മാറ്റിയത്. താഴ്വരയിലെ സാധാരണ കർഷക ജനതയുമായുള്ള ആത്മബന്ധവും ആരോപണങ്ങളൊന്നും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത പൊതുപ്രവർത്തന രീതിയുമാണ് അദ്ദേഹത്തെ ജനകീയനാക്കി മാറ്റിയത്. വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ എല്ലാ കാലത്തും ശക്തമായ നിലപാടെടുത്തിട്ടുള്ള തരിഗാമിയുടെ ജീവന് പലപ്പോഴും ഭീഷണിയും നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ച ഗൺമാനൊപ്പമാണ് സഞ്ചാരം. കശ്മീരിൽ കമ്മ്യൂണിസവും ഇസ്ലാമും നേരിട്ട് ഏറ്റുമുട്ടുന്നെന്ന് ദേശീയ മാധ്യമങ്ങളെ കൊണ്ട് എഴുതിക്കത്തക്ക രീതിയിലായിരുന്നു ഇത്തവണത്തെ പോരാട്ടം. കശ്മീരിലെ കമ്മ്യൂണിസ്റ്റ് തുരുത്ത് എന്നറിയപ്പെടുന്ന കുൽഗാം മണ്ഡലത്തിൽ തീപാറും പോരാട്ടമാണ് ഇത്തവണ നടന്നത്. ഭീകരവാദ ബന്ധത്തിന്റെ പേരിൽ കശ്മീർ ജമാഅത്തെ ഇസ്ലാമിക്ക് നിരോധനമുള്ളതുകൊണ്ട് അവർ പ്രച്ഛന്നവേഷത്തിലാണ് മത്സരിച്ചത്. റഷ്യയുടെ പിന്നിൽ പൂർണ്ണമായും കശ്മീർ ജമാഅത്തെ ഇസ്ലാമിയും ഒരു കാലത്ത് അവരുടെ യുവജന വിഭാഗത്തിന്റെ സായുധ വിഭാഗമായ ഹിസ്ബുൾ മുജാഹിദ്ദീനുമായിരുന്നു. ദക്ഷിണ കശ്മീരിലെ കുൽഗാം CPMനെ പോലെ ജമാഅത്തെ ഇസ്ലാമിക്കും നല്ല വേരുള്ള മണ്ണാണ്. 1996-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെയാണ് കുൽഗാം CPMന് സ്വന്തമായത്. 2002-ൽ കുൽഗാമിനെ കൂടാതെ സൈനഭോറ മണ്ഡലത്തിലും CPMന് ജയിക്കാനായി. എന്തായാലും കനലൊരു തരിമതി എന്ന CPMന്റെ സ്ഥിരം വാചകങ്ങളിൽ തെളിയിക്കപ്പെട്ട ഉദാഹരണമായി തരിഗാമി മാറി നിൽക്കും.